The idea that India is a democracy, this is a lie. There's no democracy in India today. The idea that India is the world's largest democracy, it's a lie. It's a complete lie. 20% of India votes for us, and we are not able to pay 2 rupees for anything. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതൊരു കളവാണ് എന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പാർട്ടിയെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയോ പ്രവർത്തകരെയോ സാമ്പത്തികമായി സഹായിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്. വിമാന ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ എടുക്കാൻ പോലും പാർട്ടിക്ക് പണമില്ല. ജനാധിപത്യം തന്നെ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒരു അസാധാരണ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഇതോ ജനാധിപത്യം. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്തിന്? തിരഞ്ഞെടുപ്പിൽ തുല്യ അവസരം നിഷേധിക്കുന്നോ? ജനാധിപത്യം മരവിപ്പിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ വി ശിവദാസൻ CPM, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ PR ശിവശങ്കർ BJP എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ രാജു പി നായർ, ഇപ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി? 2017-18 സാമ്പത്തിക വർഷത്തെ ഡൊണേഷനുകൾ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന് ചില സംശയങ്ങളുണ്ട്, അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന് ചില പോയിന്റുകളുണ്ട്. അതനുസരിച്ച് അവർ നടപടി സ്വീകരിച്ചു. ആ നടപടി ചോദ്യം ചെയ്ത് നിങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ കേസ് നടക്കുകയുമാണ്. അതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സകല സാമ്പത്തിക ഇടപാടുകളും ഫ്രീസ് ചെയ്യുന്ന വിധത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരിടുന്ന പ്രശ്നം, രാഹുൽ ഗാന്ധി പറയുന്നു 20% വോട്ടുള്ള പാർട്ടിക്ക് 2 രൂപ ചെലവഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഭീതിതമായ സാഹചര്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അക്കൗണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാൻ നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഉണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ്, കോൺഗ്രസ് പാർട്ടിയുടേതായിട്ടുള്ള 11 ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം 14 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ്റെ കണക്ക്, അത് MP-മാരുടെ പാർട്ടിയിലേക്ക് തന്നിരിക്കുന്ന പൈസയാണ്. അതിൻ്റെ കണക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് പറയുന്ന കാര്യം. 14 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനെ സംബന്ധിച്ചുള്ള ഒരു കുറിയിൽ 210 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് ഏകദേശം 108 കോടി രൂപ ബലമായി ആ ഇൻകം ടാക്സിൻ്റെ ഇതിനകത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആദായ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ബിസിനസ് അല്ല. അവർക്ക് കിട്ടുന്ന ഡൊണേഷൻ ഉൾപ്പെടെയുള്ള സംഭാവനകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലെവിയായിട്ടും എല്ലാം കിട്ടുന്ന പണമാണ്. അതിന് ആദായ നികുതി അടയ്ക്കേണ്ട കാര്യമില്ല. റിട്ടേണുകൾ ഫയൽ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിന് ചുമത്താവുന്ന പരമാവധി പിഴ 10,000 രൂപയാണ്. അതിനപ്പുറം ചുമത്താനായിട്ട് നിയമപരമായിട്ട് സാധ്യതയില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ 14 ലക്ഷം രൂപയുടെ പേര് പറഞ്ഞ് 210 കോടി രൂപയോളമുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാണ്ട് 118 കോടി രൂപയോളം അതിൽ നിന്ന് പിൻവലിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പണം കിട്ടിയത്? ഈ പണം നമ്മുടെ പാർട്ടി പ്രവർത്തകർ സ്വരൂപിച്ച പണമാണ്. ഞങ്ങൾ 1-3 കേരളത്തിൽ എന്താ പറയുക 138 ചാലഞ്ച് നടത്തിയ മാതൃകയിൽ തന്നെ കേന്ദ്രത്തിലെ AICC 138 ചാലഞ്ച് നടത്തിയിരുന്നു. അതിലേക്ക് വന്ന പണം അഭിലാഷിനറിയാം. കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ആ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് ലഭിച്ച പണം മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഫ്രീസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ്, ആഴ്ചകൾക്ക് മുൻപ് 7 വർഷം മുമ്പുള്ള ഒരു പ്രശ്നം, ആ 7 വർഷം മുമ്പുള്ള 14 ലക്ഷം രൂപയുടെ ഒരു പ്രശ്നത്തിൽ ഒരു പാർട്ടിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയായി ജനാധിപത്യം ഉള്ളത്? ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത് കളവാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമല്ലേ? യെസ്, ഓക്കെ, അതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പോയിന്റ്. ഹലോ, ജനാധിപത്യമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു കളവാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണ്. ഇതിൽ പൊതു തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മുമ്പായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ സ്രോതസ്സും സാമ്പത്തിക സ്രോതസ്സും ഇല്ലാതെയാക്കുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, ഹിറ്റ്ലർ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവരുടെ നിരന്തരമായ ശ്രമം ഇതാണ്. പരാജയം മുന്നിൽ കാണുമ്പോൾ എതിർചേരിയെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി അവരുടെ പണത്തിന്റെ സ്രോതസ് ഇല്ലാതെയാക്കുക. 2016 നോട്ടു നിരോധനം കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതെയാക്കാനായിരുന്നോ? തീവ്രവാദം ഇല്ലാതെയാക്കാനായിരുന്നോ? അതൊന്നുമായിരുന്നില്ല. 2016
ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവിടുത്തെ പാർട്ടികളുടെ മുഴുവൻ പണസ്രോതസ് ഇല്ലാതെയാക്കുക, അവരെ നിർവീര്യമാക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിന്റെ പുറത്താണ് നടത്തിയത്. ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി കാടത്തം നിറഞ്ഞ നടപടി നരേന്ദ്രമോദിയും അമിത്ഷായും പോലുള്ള നേതാക്കന്മാർക്കല്ലാതെ ഈ ലോകത്ത് ആർക്ക് സ്വീകരിക്കാൻ കഴിയും? ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. നോക്കൂ ശ്രീ പി ആർ ശിവശങ്കർ, ഈ അടുത്ത ദിവസമാണ് റഷ്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. റഷ്യ 90-കൾക്ക് ശേഷം ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. പക്ഷെ അതിലെ മുഖ്യ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി അതിന് കുറച്ചു നാൾ മുമ്പ് ജയിലിൽ കിടന്ന ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. റഷ്യയിൽ അങ്ങനെയാണ്, ആരെങ്കിലും ഭരണകൂടത്തോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവരൊക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടും. ഇന്ത്യയും ജനാധിപത്യമാണ്, ഇവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എന്തായാലും അത്രയും ആശ്വാസകരമാണ്. പക്ഷേ അവർക്ക് 2 രൂപ ചെലവഴിക്കാൻ പോലും കഴിയില്ല. ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിയുടെ, പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും അടച്ചു കളയുക എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലുള്ള മര്യാദയാണ്? ഞാൻ റഷ്യൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ കാര്യമായ അറിവില്ല. പക്ഷേ ഏതായാലും ഈ റഷ്യൻ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം മാതൃകകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പല പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാക്കൾ വരെ, ഒരു പ്രധാനമന്ത്രി വരെ താഷ്കണ്ടിൽ വെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അഭിലാഷ് നല്ലോണം വായിക്കുന്ന ആളാണല്ലോ. ദ മൈ പ്രൈം മിനിസ്റ്റർ ഇസ് ഡെഡ് എന്നുള്ള ഒരു പുസ്തകം വന്നിട്ടുണ്ട്, എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിലേക്ക് പോകണ്ട. ഞാൻ ജനാധിപത്യം ഇവിടെ മരിച്ചോ എന്നുള്ളതായിരുന്നല്ലോ ചോദ്യം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ IT നിയമങ്ങൾ ഒന്നും ബാധകമല്ല എന്നാണോ? അല്ലെങ്കിൽ IT നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമല്ല എന്നുണ്ടോ? അതല്ല, ഇത്തരത്തിലുള്ള ആദായ നികുതി നിയമങ്ങൾ കോൺഗ്രസ്സിന് മാത്രം ബാധകമല്ല, മറ്റുള്ളവരെല്ലാം അത് നിയമം വഴി നടപ്പിലാക്കണം, ഞങ്ങൾക്ക് ബാധകമല്ല. അതൊരു മാനസികമായ ഈ ഒരു എന്താ പറയുക, ഞങ്ങൾ എന്തോ ഒരു ഭരിക്കാൻ ജനിച്ചവരാണ്, ഞങ്ങൾക്ക് നിയമമൊന്നും ബാധകമല്ല എന്നുള്ളത് ഒരു തമ്പ്രാൻ മനോഭാവമാണ്. ഞങ്ങളെ ഒന്നും ചോദ്യം ചെയ്യരുത്, ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്നുള്ള ഭാവം ശരിയല്ല. യഥാർത്ഥത്തിൽ 2018-19 തിരഞ്ഞെടുപ്പ്, 19 എത്രയോ വർഷങ്ങളായി തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി കളക്ട് ചെയ്ത ഫണ്ടിൻ്റെ ഓരോരോ കാര്യങ്ങൾ, അത് ഈ പറയുന്ന ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ 20,000-ൽ കൂടുതൽ കളക്ഷൻ ഉള്ളതുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് ചോദ്യം എത്ര പ്രാവശ്യം എത്ര കത്ത് കൊടുത്തു എന്ന് ശ്രീ രാജു പി നായർ പറയട്ടെ. അതിനുശേഷം ഇവർ തന്നെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ, ഇൻകം ടാക്സിൻ്റെ ഇത്രയേറെ കത്തുകളും അതിനുള്ള മറുപടികളും കൊടുത്തുകൊണ്ട് അത് ഇൻകം ടാക്സ് അംഗീകരിക്കാൻ വയ്യാതെ ഇവർ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചു. ആ ട്രിബ്യൂണലിൽ നിന്ന് വിധി വന്നു. ഫെബ്രുവരി 19 അതിനെക്കുറിച്ച് ധാരാളം പത്രപ്രസ്ഥാനങ്ങൾ കേന്ദ്ര നേതാക്കൾ ഇറക്കിയിട്ടുണ്ട്, അജയ് മാക്കനൊക്കെ ഇറക്കിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി ഇതെല്ലാം നടന്നിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങളെ ഇത്തരത്തിൽ BJP സർക്കാർ തകർക്കുന്നു. ആദായ നികുതി വകുപ്പിൻ്റെ 2 ഓഫീസുകളും അതുപോലെ തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലും ഹൈക്കോടതിയും ഒന്നും ഇവരെ നിയമപരമായി ശരിയല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് BJP നേരിട്ട് ഇടപെടുക? ഹൈക്കോടതിയും അപ്പലേറ്റ് ട്രിബ്യൂണലും എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നം. ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുഖ്യ രാഷ്ട്രീയ കക്ഷിയുടെ അക്കൗണ്ട് മുഴുവനായി മരവിപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അവർക്ക് തെരഞ്ഞെടുപ്പ് ചെലവിന് അവരുടെ സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ, അവരുടെ നേതാക്കൾക്ക്, ഏറ്റവും കുറഞ്ഞത് നേതാക്കൾക്ക് ട്രെയിനിലെങ്കിലും സഞ്ചരിക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പണം കംപ്ലീറ്റ് ആയി ഫ്രീസ് ആവാണ്. നോക്കൂ, ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതനുസരിച്ച് 93-94 വർഷത്തെ കണക്കുമായി ബന്ധപ്പെട്ട് പോലും അവർക്ക് കൊറി ചെന്നിരിക്കുകയാണ് എന്ന് 30 കൊല്ലം മുമ്പ് സീതാറാം കേസരി AICCയുടെ ട്രഷറർ ആയിരുന്ന സമയത്തെ കാര്യത്തെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഏജൻസികളൊക്കെ ഇങ്ങനെ പ്രതിപക്ഷത്തെ സ്ക്വീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ചാൽ അതെങ്ങനെ ജനാധിപത്യമാവും എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ചോദ്യം. അല്ല അഭിലാഷ്, താങ്കളോട് യാത്ര ചെയ്യുമ്പോൾ 90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന നാഷണൽ ഹൈവേ കഴിഞ്ഞാൽ അത് മാതൃഭൂമിയെയും അതല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തെയും അതല്ലെങ്കിൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന തരത്തിലാണ്. എനിക്ക് മാത്രം 90 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? അതുപോലെ തന്നെ IT നിയമത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇവർക്ക് അജയ് മാക്കൻ തന്നെ പറഞ്ഞ എന്താ, 40-45 ദിവസം വൈകിപ്പോയാൽ അതിന് പെനാൽറ്റി അടയ്ക്കണം. അത് പെനാൽറ്റി അടയ്ക്കണമെങ്കിൽ ആദ്യം 103 കോടിയുടെ കൊടുത്തു, അതടച്ചില്ല.
മറുപടി പോലും കൊടുത്തില്ല. അപ്പോൾ അത് 5 കോടിയുടെ കൊടുത്തു, 105 കോടിയുടെ രണ്ടാമത്തെ കൊടുത്തു, അടുത്ത വർഷം അതും കൊടുത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം 3 വർഷം കഴിഞ്ഞപ്പോൾ 135 കോടിയാക്കുന്നത്. ഓരോ വർഷം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കൂടില്ലേ? ഇത് സ്വാഭാവികമല്ലേ? ഇത് ഞാനോ അഭിലാഷോ നാളെ ടാക്സ് അടച്ചില്ലെങ്കിൽ വരും. ഇത് ഹൈക്കോടതിയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ തന്നെ പല കേസുകൾ, മദ്രാസ് ഹൈക്കോടതിയിലൊക്കെ മാനവ് മേനോൻ വേഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചെന്നൈ IT ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ എല്ലാം കേസ് വെച്ച് വാദിച്ചു. അപ്പോൾ അവിടെ 2676 എന്നുള്ള കേസ് കൃത്യമായി മുന്നോട്ട് വെച്ചു. പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടി വരും. ഇതെല്ലാം ഹൈക്കോടതിയിൽ നമ്മളെക്കാൾ നന്നായിട്ട് വാദിക്കുന്ന എല്ലാം വാദിച്ചല്ലോ. നിയമപരമായി ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടല്ലേ കോടതിയിൽ നിന്ന് വന്നത്. എന്നിട്ടാണ് പുറത്തിറങ്ങിയിട്ട് BJP ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ഞാൻ അതല്ലേ പറഞ്ഞ്, BJP ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കണ്ട. പക്ഷേ അതിൻ്റെ നിയമപരമായ കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട ദിവസം കൊടുക്കണം. ആ ദിവസം കൊടുത്തില്ലെങ്കിൽ ചോദ്യം വരും. മറ്റൊരു കാര്യം, ഇത് ഇൻകം ടാക്സ് ഒറ്റ സെക്കൻഡ് ശ്രീ രാജു പിന്നാർ, നമുക്കിവിടെ വളരെ സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻകം ടാക്സിന്റെ വിഷയം ഒരു ശിവശങ്കർ താങ്കൾ തന്നെ പറഞ്ഞ കാര്യം, രാഷ്ട്രീയ കക്ഷികൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട വിവരങ്ങൾ ഫർണിഷ് ചെയ്താൽ മതി. ഓക്കെ, രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട വിവരങ്ങൾ നൽകണം. അങ്ങനെ വിവരം നൽകാൻ 45 ദിവസം താമസിച്ചു. ഏത് വിവരം? കോൺഗ്രസ് പണമായി സ്വരൂപിച്ച, MP-മാരിൽ നിന്ന് സ്വരൂപിച്ച 14.49 ലക്ഷം രൂപ, 14.49 ലക്ഷം രൂപ സമാഹരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കാലതാമസം വരുത്തിയതിന് 210 കോടി രൂപ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമാണ്, അതിന്റെ സാങ്കേതികത്വമാണെന്ന് പറയുന്നാൽ എന്താണ് കഥ? ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതിന്റെ പ്രവർത്തനത്തെ അടച്ചു കളയുക എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായ അർത്ഥം. അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ അതുമാത്രമായിട്ടാണ് അത്തരത്തിൽ വെറും 14 കോടി രൂപയുടെ പ്രശ്നമായിട്ട് അപ്പലേറ്റ് ട്രിബ്യൂണലോ വേണ്ട, ഒരു ഇൻകം ടാക്സിലെ സാമാന്യ ബോധമുള്ള ഒരു IT കമ്മീഷണർ അതിന് 103 കോടി രൂപ ആദ്യം തന്നെ പെനാൽറ്റി അടിക്കുമെന്ന് അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ? മറ്റുള്ളവർ വിചാരിച്ചോട്ടെ. ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അന്ന് അയാളെ സസ്പെൻഷൻ ചെയ്ത് ആ ഹൈക്കോടതി ഏതെങ്കിലും കോടതി ഉത്തരവിടുമല്ലോ. അത് തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയിട്ട് എന്തുകൊണ്ട് അത് ഒരു നിയമപരമായി നിലനിൽക്കാണ്ടായി വന്നു? എന്നിട്ട് ഹൈക്കോടതിയിലും പോകുന്നു. ഇത്തരത്തിലൊരൊറ്റ ചോദ്യം സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതി അയാളുടെ പണി പോവില്ലേ? അപ്പോൾ ഇതൊരൊറ്റ കേസല്ല, ഒരു കേസല്ല, പല കേസുകളുണ്ട്. അതുകൊണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തേക്കുന്നത്. ഒരുപാട് കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളിൽ ചോദ്യം വന്നപ്പോൾ ഇവർ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഞാനൊരു 3-4 ഇൻകം ടാക്സിന്റെ പേപ്പറുകൾ കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അവർക്കത് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവർക്കതിന് ഇളവ് കിട്ടും. അതിന് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോലും പോകണ്ടായില്ല. അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയപ്പോൾ ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഇത് തെറ്റായിരുന്നാണ്, ഞങ്ങൾ വൈകിപ്പോയെന്നല്ലേ അജയ് മാക്കം പറഞ്ഞേ. അപ്പൊ ഇതൊന്നും അവിടെ ഉന്നയിക്കുന്നില്ല. എന്നിട്ട് രാജു പി നായർ ഇവിടെ വന്നിട്ട് ഇതൊന്നും അറിയാണ്ട് ജനങ്ങളുടെ മുന്നിൽ വേറൊരു കഥ പറയാണ്. ഇവർ കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഫെബ്രുവരി 16-ാം തീയതി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഒരു മിനിറ്റ് അഭിലാഷ്, ഫെബ്രുവരി 16-ാം തീയതി ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. അപ്പൊ എന്താ പറഞ്ഞേ? 40-45 ദിവസം വൈകി. അല്ലാണ്ട് അന്ന് ജനാധിപത്യം തകരുകയും ഇന്ത്യ വോട്ട് ചെയ്യാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് അന്ന് ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്ന് റിലീഫ് കിട്ടുമെന്ന് വിചാരിച്ചു. അന്ന് ഇതൊന്നും പറഞ്ഞില്ല. ഇന്ന് എല്ലാ നിയമങ്ങളും തകർന്നപ്പോൾ, ഇവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ നേരെ BJP-യുടേക്കും ഫാസിസത്തിലേക്കും ഹിറ്റ്ലറിലേക്കും പോകുന്നു. ഇതൊരു സ്ഥിരം അടവാണ്. നിയമപരമായി ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ശരി, ഓക്കെ. ശ്രീ V. ശിവദാസൻ MP, ഇത് ആദായ നികുതി വകുപ്പ് സ്വാഭാവികമായി എടുക്കുന്ന നടപടിയാണെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് താങ്കളുടെ പാർട്ടി പോലെ തന്നെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി കൃത്യമായ നിലയിൽ വിവരങ്ങൾ നൽകാൻ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സ്വാഭാവികമായി രാജ്യത്തെ നിയമ സംവിധാനം എടുക്കുന്ന നടപടിയാണോ അതോ പൊളിറ്റിക്കൽ വെൻഡേറ്റയാണോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതില്ല എന്ന മുൻ നിശ്ചയപ്രകാരമുള്ള നടപടിയാണോ? എന്താണ് CPM-ന് തോന്നുന്നത്? BJP എല്ലാ അന്വേഷണ ഏജൻസികളെയും പ്രതിപക്ഷത്തിനെതിരായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വേട്ടയാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്ത് നോക്കുക. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുമാനം തോന്നുന്ന സ്വതന്ത്രമായും നീതിയുക്തമായും പ്രവർത്തിക്കുന്ന ഒരു സമിതി എന്നുള്ളൊരു വിശ്വാസം പൊതുവിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരുണ്ടായി. ഇപ്പോൾ അമിത്ഷായും മോദിയും ചേർന്ന് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി. ആദായ നികുതി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഡയറക്ടർമാരെ നിയമിക്കുന്നതാരാ? അമിത്ഷായും മോദിയും കൂടിയിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിശ്ചയിക്കാൻ പറ്റും. രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വേട്ടയാടുന്നതിന് വേണ്ടി ED-യെയും IT-യെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ നോക്കുക, പ്രബീർ പുർക്കായസ്ഥ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, കർഷക സമരത്തെക്കുറിച്ച് ഏറ്റവും മികച്ച നിലയിൽ റിപ്പോർട്ടുകൾ ഈ രാജ്യത്തിന് നൽകിയ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും മുഴുവൻ ED ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. മാധ്യമ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഞാൻ കർഷക തൊഴിലാളി യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് ഡൽഹി പോലീസ് ഒരു സംഘം ആളുകൾ കയറി വന്നിട്ട് അവിടെ ശ്രീനാരായണൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ CPM ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മകൻ സുമിത് ഒരു ഡിസൈനറാണ്, ഒരു കമ്പ്യൂട്ടർ ഡിസൈനറാണ്. ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. മൊബൈൽ പിടിച്ചെടുക്കുന്നു, ലാപ്ടോപ്പ് പിടിച്ചെടുക്കുന്നു, സകല സാധനങ്ങളും പിടിച്ചെടുക്കുന്നു. ഈ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. CPIയുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകമായി വേട്ടയാടുന്നു, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, അവരുടെ വീട് ജപ്തി ചെയ്യുന്നു. അവിടെയും നിൽക്കുന്നില്ല. എത്ര ആളുകൾ സായിബാബ എത്ര വർഷമായി ജയിലിൽ കിടന്ന് 2017 മുതൽ 2024 ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ തളർന്ന കാലുകൾ, സ്കൂളിൽ പോകാൻ കഴിയാത്ത വേദനാകരമായ അവസ്ഥ സൃഷ്ടിച്ചു. അന്ന് അദ്ദേഹത്തെ ചുമലിലേറ്റി കൊണ്ടുപോയ അമ്മ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വേദന നിന്ന് ജീവിക്കുമ്പോൾ ഒന്ന് ജാമ്യം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ BJP സർക്കാർ ചെയ്ത കൊടും ക്രൂരതയെക്കുറിച്ച് അദ്ദേഹം പറയുണ്ടായി. ഇവിടെ ആദായ നികുതി വകുപ്പിനെ, IT-യെ, എല്ലാ ഏജൻസികളെയും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ കാണുന്ന കാഴ്ച. ഇവിടെ ആ ലോട്ടറി വിൽപ്പനക്കാരൻ 400 കോടി 500 കോടി ഒരു വർഷം വിറ്റുവരവുള്ള പാർട്ടിയിൽ നിന്ന് 1398 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങിയപ്പോൾ BJPക്ക് ഒരു പ്രശ്നമില്ല. യശോദ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ നിന്ന് 100 കോടിയിലധികം രൂപ സംഭാവന വാങ്ങി, ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ നിന്നാണ്. എന്നിട്ടോ ഈ BJP സ്വീകരിച്ച നയം എന്താണ്? ഇന്ത്യയിലെ ആരോഗ്യ മേഖല പരിപൂർണമായും സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ജില്ലാ ആശുപത്രികൾ നടത്താൻ ഈ ഇത്തരത്തിലുള്ള യശോദ ഗ്രൂപ്പ് പോലുള്ള കമ്പനികൾ നടത്തിക്കൊള്ളട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ഗവൺമെൻറ് ആശുപത്രികൾ വേണ്ടാന്ന് തീരുമാനിച്ചു. അഴിമതിയല്ലേ, കൊള്ളയല്ലേ, പണം കൊള്ളയല്ലേ? ഈ പണം കൊള്ളയെക്കുറിച്ച് എന്താ BJP അല്ലെങ്കിൽ BJPയിലെ സത്യസന്ധർ, സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കി നിലപാടെടുക്കുന്നവരൊക്കെ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, അവരെന്താണ് പറയുന്നത്? ഇതാണോ സാമൂഹ്യ നന്മ? ഇതാണോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം? യശോദ ഗ്രൂപ്പിൽ നിന്ന് 100 കോടി വാങ്ങുക, എന്നിട്ട് ആശുപത്രി സ്വകാര്യവൽക്കരിക്കുക. ഒരു കാര്യം കൂടി, ആ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയ പൈസ എത്ര? 50 കോടി. ഈ എന്തിനാ പൈസ വാങ്ങിയത്? എന്തിനായിരുന്നു പൈസ വാങ്ങിയത്? ഈ നാട്ടിലെ പാവപ്പെട്ടവന് വാക്സിൻ കൊടുക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ വാക്സിന്റെ പണം വില കൂട്ടിക്കൊടുത്തു ഇവർക്ക്. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഫാർമ കമ്പനികളിൽ നിന്ന് ക്യാൻസർ രോഗിക്ക് മരുന്നിന് വാങ്ങുമ്പോൾ ഉയർന്ന വില 5 ഇരട്ടിയും 10 ഇരട്ടിയും ഫാർമ കമ്പനിയിൽ നിന്ന് 1000 കോടിയോളം രൂപ BJP സംഭാവനയായി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് BJPയുടെ ഒരു നേരിയ ഭാഗം മാത്രമാണ് സംഭാവനയുടെ. 1 ലക്ഷം കോടിയിലധികം രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് മാത്രം BJP വാങ്ങിയത്. കണക്കുണ്ടോ BJPയുടെ കയ്യിൽ? അവർക്ക് ഇൻകം ടാക്സ് പ്രശ്നമില്ല, ആദായ നികുതി പ്രശ്നമില്ല, കൊടും കൊള്ളകളെല്ലാം തുടരാം. നോക്കൂ, സത്യസന്ധമായി കണക്ക് കൊടുക്കുന്ന പാർട്ടികൾ, വ്യക്തികൾ അവരെയൊക്കെ വേട്ടയാടുന്നു, BJPക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിയമത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ദുരുപയോഗമാണ്. ഇവിടെ വേറിട്ട ചിന്തകൾ, വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവരെ ക്രിമിനലുകളായി മുദ്രകുത്തി ജയിലിലടക്കുകയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടും ക്രൂരതയുടെ ആവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ രാജു പി നായർ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 12 അംഗ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമുണ്ട്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചിലപ്പോൾ ഈ രാത്രി ഉണ്ടായേക്കാം എന്ന് അഭ്യൂഹങ്ങളുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ, 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇലക്ഷന് തൊട്ടു മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അനിതര സാധാരണമാണ്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരെയൊക്കെ പുറത്തുവിട്ടു. നേതാക്കളെയൊക്കെ പുറത്തുവിട്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന്റെ റിവേഴ്സലാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനി വേറെ ഏതൊക്കെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അറസ്റ്റ് ചെയ്ത നേതാക്കളെ പുറത്തുവിട്ടെങ്കിൽ ഇതാ ഇപ്പൊ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അഭിലാഷേ, ഞാൻ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം, BJPയോടൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ പ്രേക്ഷകരോട് ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പ് വേണമെന്നോ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതിനുശേഷം ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പ് വേണോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് വിവേകരവരെ ചെയ്തില്ലെങ്കിൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ എന്നും മാത്രം ഞാൻ അതിനകത്ത് പറയുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി തർക്കമില്ലല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി കൊടുക്കണ്ട. അപ്പൊ എന്താ പ്രശ്നം?
ഒരു പ്രാവശ്യത്തെ MP-മാരുടെ പണം കൈപ്പറ്റിയതിൽ റിട്ടേൺ കൊടുക്കാൻ 45 ദിവസം വൈകി. അതിനുള്ള പരാതി. ഇനി ഞാൻ അതിനകത്ത് വായിക്കാം. പെനാൽറ്റി ഫോർ നോൺ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇഫ് എ ടാക്സ് പെയർ ഡസ് നോട്ട് ഫയൽ ITR, they may have to pay a penalty of up to rupees 10,000. The penalty is in addition to the tax liability. Tax liability രാഷ്ട്രീയ പാർട്ടിക്കില്ല, കാരണം ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരുന്നതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നതിൻ്റെ പിഴ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ 10,000 രൂപ മാത്രം പിഴയടക്കേണ്ട സംഭവം. ആ 10,000 രൂപ പിഴയടക്കേണ്ട സംഭവത്തിലാണ് 210 കോടി രൂപയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നത്, 100 ചില്ലാനും കോടി വലിച്ചിരിക്കുന്നത്. ശിവശങ്കരൻ ചോദിച്ച ചോദ്യം, ശിവശങ്കരൻ പോയിട്ട് നിങ്ങളുടെ നേതൃത്വം ചോദിക്കണം, നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ ഇമ്മാതിരി ഒരു കാര്യം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനെന്ന് ശിവശങ്കരൻ നേതാക്കളോട് പോയി ചോദിക്കണം. ഈ പാവം പ്രേക്ഷകരോടല്ല അത് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ അഭിലാഷ് പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്ന നേരത്ത് ഒരു മുഖ്യമന്ത്രിയുടെ വീട് വളഞ്ഞിരിക്കുക. ഏത് സാഹചര്യത്തിൽ? അദ്ദേഹം ED-യുടെ സമൻസിൽ നിന്ന് തനിക്ക് അറസ്റ്റിന് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന സമയം, ഹർജി കൊടുത്തിരിക്കുന്ന സമയം, ആ ഹർജി തീർപ്പാക്കിയിട്ടില്ല. ഏതൊരു അന്വേഷണ ഏജൻസിയും അത്തരത്തിലുള്ള ഒരു ഹർജി കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിപ്പോൾ മറ്റൊരു നടപടിയിലേക്ക് പോവരുത് എന്ന് തീരുമാനിക്കുന്ന സമയമല്ലേ അഭിലാഷ്? ഇതിന്റെ സാഹചര്യം മറ്റൊന്നുമല്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിരുദ്ധ നടപടികളിലൂടെ ഭയപ്പെടുത്തി ഇതിനകത്ത് ഇല്ല. എനിക്ക് അല്പം കൂടി സമയം തരണം. ഇനി ഒന്ന് നോക്കൂ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട്സ് എത്ര കോടി രൂപ, ആയിരക്കണക്കിന് കോടി രൂപ BJP പിരിച്ചെടുത്തു. എന്ത് അന്വേഷണം നടത്തി? കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 10% കമ്മീഷൻ മേടിച്ചിരിക്കുന്നു ബോണ്ടുകളിലൂടെ. എന്ത് അന്വേഷണം നടത്തി? ഈ ഷെൽ കമ്പനി 200 ചില്ലാനം കോടി വരുമാനമുള്ള കമ്പനി 1368 കോടി രൂപ BJPക്ക് സംഭാവന ചെയ്യുന്നു. എന്ത് അന്വേഷണം നടത്തി? എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ 20,000 കോടി രൂപ ഷെൽ കമ്പനികളിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ പ്രതിരോധ ഇടപാടുകൾക്ക്, അത് ഇന്ത്യയുടെ ഏറ്റവും അതിസുരക്ഷമായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരാണെന്ന് പോലും അറിയില്ല. അന്വേഷണമുണ്ടോ? BJPയുടെ ഓഫീസിലേക്ക് ആദായ നികുതി ചെല്ലുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. പകരം ഈ എതിർപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ നിരായുധരാക്കാൻ കഴിയുന്ന അല്പത്തവല്ലേ കാണിക്കുന്നത്. അവരുടെ കയ്യിൽ പണം പോലും പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും നിർണായകമായ സമയം. ഈ സമയത്ത് പ്രവർത്തനങ്ങൾ നടത്തേണ്ട, നമ്മുടെ കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ട, പരസ്യങ്ങൾ ബുക്ക് ചെയ്യേണ്ട, പോസ്റ്ററുകൾ അടിക്കേണ്ട, യാത്രകൾ പ്ലാൻ ചെയ്യേണ്ട, സമ്മേളനങ്ങൾ നടത്തുന്ന സമയം. ഈ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടി അനങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുന്നത് എന്ത് ജനാധിപത്യമാണ്? അതാണ് പറഞ്ഞത്. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ സ്വപ്നമായി മാറിക്കഴിഞ്ഞു. പച്ചക്കള്ളമാണ് ഇനി ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത്. ശരി, ഓക്കെ. ശ്രീ ശിവശങ്കർ, ശ്രദ്ധിക്കൂ. 28 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ. ജൂലൈ 1 ഇലക്ഷൻ കഴിയും. 7 ഘട്ടമായി നടക്കുന്ന ഇലക്ഷൻ കഴിയുന്നത് വരെ ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ അവരുടെ വളരെ നിയമവിധേയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ മാറി നിൽക്കാമല്ലോ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പത്രത്തിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഒരു പരസ്യം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. ലെവൽ പ്ലേയിങ് ഫീൽഡ് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. സർക്കാരിൻ്റെ പരസ്യങ്ങളാൽ ടെലിവിഷനുകളും പത്രങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. മോദിയുടെ ഗ്യാരണ്ടി, മോദി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് സമാനമായ വിധത്തിൽ അല്ലെങ്കിൽ അതിനെ എതിർത്തൊരു പരസ്യം ചെയ്യാൻ പോലും പണമില്ല പ്രതിപക്ഷ കക്ഷികൾക്ക്. അവരുടെ ചിറകുകൾ ഛേദിച്ചിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ കാല് കെട്ടി മറ്റാളുകളെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അങ്ങനെ കാല് കെട്ടി നിങ്ങളോടൊപ്പം ഓടാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പ്രശ്നം. അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി നേരിടുന്നത് നോക്കൂ. ഡൽഹി പോലത്തെ ഒരു സംസ്ഥാനത്ത് 7 സീറ്റിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ധാരണയായി മത്സരിക്കുന്നു. പഞ്ചാബിൽ അവര് വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരാളെ ഇങ്ങനെ വിച്ഛേണ്ട നടത്താണ്. ശരി, അയാൾ തെറ്റുകാരനാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമപരമായി നീങ്ങാമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാലോ. തെരഞ്ഞെടുപ്പിന്റെ 11-ാം മണിക്കൂറിൽ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, അക്കൗണ്ടുകൾ മരവിപ്പിക്കുക തുടങ്ങിയവ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. അഭിലാഷ്, ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഉച്ചത്തിൽ പറയുമ്പോഴും ആവേശത്തിൽ പറഞ്ഞാലും കോടതി കേൾക്കുമെങ്കിൽ രാജു പി നായരെ കോടതിയിലേക്ക് വിടാമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കോടതി ആവേശത്തോടെ പറയുന്നതോ ഉച്ചത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്നതോ അവർ കേൾക്കില്ല. കോടതി വിധി എല്ലാം കോൺഗ്രസ് BJPക്ക് അനുകൂലമൊന്നും അല്ലല്ലോ. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ, കോടതി വിധി BJPക്കും എതിരാവാറുണ്ട്.
എല്ലാ ജഡ്ജിമാരും കോടതി എന്താ എല്ലാ പറഞ്ഞത് ജഡ്ജിമാരും ബി ജെ പിക്കാർ നിയമിച്ചവരല്ല, ബി ജെ പിക്കാരുമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആവേശമോ ഉച്ചത്തിൽ പറയുകയല്ല, സത്യസന്ധമായി ഫാക്റ്റ് പറയുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ അത് ഇവിടെ ചാനലിൽ വന്ന് പറയുകയല്ല. അദ്ദേഹത്തിന് ഇത്തരം തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹം അത് സിംഗ്വിക്കോ അല്ലെങ്കിൽ കോടതിയിലോ കൊടുക്കണം. കോടതിയാണ് ഉത്തരവ് നൽകിയത്, IT ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്. ഈ നിങ്ങൾ പറയുന്ന പോലെ ലെവൽ പ്ലേ നോട്ട് ഇൻ ദ 11th അവർ അല്ലെങ്കിൽ 21st അവറിലല്ല, ഇത് 2018 തുടങ്ങി വന്ന കത്തർപാടുകളാണ്. അപ്പോൾ കാല് കെട്ടിയിട്ടത് ഞങ്ങളല്ല, സ്വയം കാല് കെട്ടിയിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് വന്നതാണ് ഇവർ തന്നെ മുടന്തി വീഴുകയാണ്. അതിന് BJPക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇനി ഫാക്റ്റ് ആൻഡ് ഫിഗർ വെച്ച് തന്നെ കാര്യങ്ങൾ പറയാം. ഞാൻ ശിവദാസനിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം ഇത്ര ലഘുവായിട്ട് കാര്യങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആരാണ്. സാൻഡിയോ മാർട്ടിൻ്റെ ബോണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ മേടിച്ചത്? 600 ചില്ലാൻ കോടി രൂപയുടെ ബോണ്ട് മേടിച്ച DMKയിലെ 505 കോടി രൂപ ഏതാണ്ട് സാൻഡിയോ മാർട്ടിൻ്റെ ആയിരുന്നു. അതിൽ നിന്ന് 25 കോടി നേരിട്ട് മേടിക്കുകയും തിരഞ്ഞെടുപ്പ് ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു എന്ന് പറഞ്ഞ് കണക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് CPM. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം DMK ഒരു ഷെൽ കമ്പനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ശരിയാണ്, ഷെൽ കമ്പനിയാണ്. ബോണ്ടുകൾ ഡയറക്റ്റ് മേടിച്ചില്ല, DMK മേടിച്ചു. അതിൽ നിന്ന് 90% DMKയുടെ ഫണ്ട് സാൻഡിയോ മാർട്ടിൻ്റേതായിരുന്നു. അതിനുശേഷം ആ 25 കോടി 15ഉം 10ഉം വെച്ചിട്ട് CPIയും CPM മേടിച്ചു. കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, തെളിവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സാൻഡിയോ മാർട്ടിനെ നിന്ന് ആരാ മേടിച്ചത്? CPM ആണ്. അദ്ദേഹം പറഞ്ഞത് യശോദ ഹോസ്പിറ്റൽ, അദ്ദേഹത്തിന് അത് തെറ്റിപ്പോയി. യശോദ ഹോസ്പിറ്റലിനെ പറഞ്ഞിട്ടുണ്ട് ഇവരുദ്ദേശിക്കുന്ന ഗാസിയാബാദിലല്ല, അവിടെയാണ് IT റെയ്ഡ് നടന്നത്. യശോദ ഹോസ്പിറ്റൽ ബോണ്ട് മേടിച്ചത് ഹൈദരാബാദിലെയാണ്. ഹൈദരാബാദ് ആരാ ഭരിക്കുന്നത്, അവിടെ ആരായിട്ടാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം പഠിക്കട്ടെ. 3, ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ. ആ മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും കൂടുതലുള്ള തെലങ്കാനയിലാണ്. അതും ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് 1 ലക്ഷം കോടി രൂപയുടെ ഒരൊറ്റ സിംഗിൾ കോൺട്രാക്ട് കൊടുത്തതിൽ ഏതാണ്ട് 2600 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് C&AG റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ സമരം ചെയ്യുന്നത് BJPയുടെ MLA ആണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട്. അവിടെ കോൺഗ്രസിൻ്റെ ഭരണമാണ്. അവിടെ CPM ആവശ്യപ്പെട്ടിട്ടുണ്ടോ? CPMനും തെലങ്കാനയിൽ ശക്തമായ ഇതുണ്ടല്ലോ, ആവശ്യപ്പെട്ടിട്ടുണ്ടോ CBI അന്വേഷണം? അപ്പോൾ മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കാര്യം അങ്ങനെ. പിന്നെ BRSൻ്റെ അംഗമാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു മെഗാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ MP ആയി മാറിയത്. IFB മമതാ ബാനർജിക്കാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത്, 4ാമത്തെ കക്ഷി. ഇങ്ങനെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മുടന്ന് കാണിക്കാതെ കൃത്യമായി കണക്കുകളുടെ ഒപ്പം നിന്നുകൊണ്ട് പഠിക്കാനും മുന്നോട്ട് വയ്ക്കാനും പഠിക്കണം. ഇവിടെ പിന്നെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ 4ഓളം കോവിഡ് വാക്സിനുകൾ ഉണ്ടായിരുന്നല്ലോ. അത് പോരാഞ്ഞിട്ട്, ഇതൊന്നും പോരാഞ്ഞിട്ട് ഫൈസർ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഇവിടെ സമ്മേളനം നടത്തുകയും ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് കമ്മീഷന് വേണ്ടി പ്രകടനം നടത്തിയത് ആരാ? അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് 24 മണിക്കൂറിലാണോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, 8 പ്രാവശ്യം നോട്ടീസ് കൊടുത്തില്ലേ? കോടതിയിൽ ഹാജരായോ? ഇവിടെയും വേറൊരു ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടല്ലോ, 6 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് ഹാജരാവാത്തത്. എത്രയോ നാളുകളായി കൊടുക്കുന്നു. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ട് ഇതിനെല്ലാം സ്റ്റേ മേടിക്കുകയല്ലേ വന്നിരുന്നത്. അപ്പോൾ ഇത്തവണ സ്റ്റേ കിട്ടിയില്ല, പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ 8 മാസമായിട്ട് ഇത് തന്നെയായിരുന്നു നടക്കുന്നത്. എങ്ങനെയെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതും കൂടെ കിട്ടാൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഉടനെ കേന്ദ്ര ഭരണത്തിലെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറ്റം പറയുക. ഇതല്ലാണ്ട് നിയമപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിടുവാനോ അഴിമതി പണം എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ അഴിമതി പണം അല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ തെറ്റുകളുണ്ട് എന്തെങ്കിൽ അത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ കോടതിയിൽ സാധിച്ചില്ലെങ്കിൽ ഉടനെ അമിത്ഷായും നരേന്ദ്രമോദിയും ഫാസിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ നയം കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ചിരിക്കും. ജനങ്ങൾക്ക് കാര്യം അറിയാം. ജനങ്ങൾ ഇംഗ്ലീഷ് പത്രവും ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നുണ്ട്. കോടതിയുടെ കാര്യങ്ങളും അതുപോലെ ലൈവ് ലോ പോലുള്ള മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവിടെ പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ശരി. ശ്രീ ശിവദാസൻ, ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 1390 കോടി രൂപയുടെ ബോണ്ട് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ 509 DMKയുടേത്, ബാക്കി ആരുടേത് എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും SBI വിവരം കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെയോടുകൂടി അക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് വിചാരിക്കാം. എന്തായാലും ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിക്കപ്പെട്ടിട്ടുള്ളത് BJPക്ക് വേണ്ടിയിട്ടാണ്, 6987. ഞാൻ അതിൻ്റെ സംശയങ്ങളല്ല ചോദിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ല എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം
എത്രമാത്രം ലെവൽ പ്ലേയിങ് ഫീൽഡോടുകൂടി എത്രമാത്രം തുല്യ അവസരത്തോടുകൂടി നടക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിങ്ങളെപ്പോലെയുള്ള പ്രതിപക്ഷ കക്ഷികളെ മഥിക്കുന്നുണ്ടോ? വളരെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഫെയറായി ഇലക്ഷൻ നടത്താൻ സാധിച്ചേക്കാം, പക്ഷെ അതിൽ പങ്കെടുക്കുന്ന പാർട്ടികൾക്ക് ഒരേ നീതിയല്ല കിട്ടുന്നതെങ്കിൽ, ഒരേ തരത്തിൽ BJP-യോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് ഏത് തരത്തിലാകും നീതിയുക്തമാവുക എന്നൊരു പ്രശ്നമുണ്ടല്ലോ. അഭിലാഷേ, അതിൽ ഒന്നാമത് ബഹുമാന്യായ ശിവശങ്കരൻ പറഞ്ഞിട്ടുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. BJP വാങ്ങിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ വലിപ്പം അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു ഗർത്തമാണ് BJP-യുടെ ആ ഇലക്ട്രൽ ബോണ്ടിലെ വലിപ്പം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരിൽ നിന്നൊക്കെ പണം വാങ്ങി, കണക്കില്ലാതെ പണം വാങ്ങുന്നു. ആ കണക്കില്ലാതെ വാങ്ങുന്ന പണം പുറത്തുവിടാൻ പാടില്ല എന്ന് SBI സുപ്രീം കോടതിയിൽ പറയുന്നു. BJP സർക്കാർ അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു. വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രാജ്യമാകെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾ തങ്ങൾ നടത്തിയ പരിപാടികളുടെ പ്രോഗ്രാമിൻ്റെ ചെലവുകൾ പരസ്പരം പങ്കിട്ടെടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്. അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി CPI, CPIM, കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം പരിപാടികൾ നടത്തുമ്പോൾ ആ പരിപാടിയിൽ വന്നിട്ടുള്ള ചെലവുകൾ പരസ്പരം പങ്കിട്ടെടുക്കാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അത് CPIM-നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പായി കൊടുക്കുകയും ചെയ്യുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയിട്ടുള്ള പണം പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്ന SBI ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം എന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ് കീഴിലാണ്. യൂണിയൻ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത് BJP ആണ് എന്നുള്ളതും മറന്നു പോകരുത് എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, അത് CPIM-നെതിരായി ഏറ്റവും കൂടുതലായി ഉപയോഗപ്പെടുത്തിയത് വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ട്രേഡ് യൂണിയനുകൾക്കെതിരായി ഉപയോഗപ്പെടുത്തി. ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്നുള്ളതല്ല, ഒരു പാർട്ടിയും ഈ ഗ്രൗണ്ടിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ ചവിട്ടിക്കൂട്ടി എങ്ങനെയാണ് കിണറിൽ താഴ്ത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പിശകാർന്ന ഒരു സമീപനമുണ്ട്. അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുകളിലേക്ക് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ അവർ ബഹളം വെക്കുന്നുണ്ട്, അവർ ശബ്ദിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെ. അവരുടെ പാർട്ടിയുടെ ഫണ്ട് പിടിച്ചെടുക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ ശബ്ദിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇതിനു മുമ്പ് ഈ രാജ്യത്ത് ട്രേഡ് യൂണിയനുകൾ അവയുടെ പ്രവർത്തനാവസരം തന്നെ ഇല്ലാതാക്കിയപ്പോൾ കോൺഗ്രസ് ഒരു വാക്ക് മിണ്ടിയോ എന്നുള്ള ചോദ്യമുണ്ട്. 100 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ട്രേഡ് യൂണിയൻ, പോസ്റ്റൽ രംഗത്ത് ഇവിടെ ഈ രാജ്യത്തെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പോസ്റ്റൽ യൂണിയൻ ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ. ആ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ കർഷക സമരത്തിന് സംഭാവന നൽകി എന്നുള്ള പേര് പറഞ്ഞിട്ട്, സഹായം കൊടുത്തു, പിന്തുണ കൊടുത്തു എന്നുള്ള പേര് പറഞ്ഞിട്ട് അവരുടെ റെക്കഗ്നിഷൻ ഇല്ലാതാക്കി. ആ റെക്കഗ്നിഷൻ ഇല്ലാതാക്കിയത് ഒരു ട്രേഡ് യൂണിയൻ്റെ, തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ, തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്ന ഒരു സംഘടനയുടെ അംഗീകാരം ഇല്ലാതാക്കിയപ്പോൾ കോൺഗ്രസ് പ്രതികരിച്ചില്ല. കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കിയില്ല, അവിടെയും നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടത്തോടുകൂടി അറസ്റ്റ് ചെയ്തപ്പോൾ, ജയിലിലടച്ചപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം എന്താണെന്നുള്ളത് പ്രധാനമാണ്. കോൺഗ്രസ് നിശബ്ദമായി നിന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസ് അന്ന് നിശബ്ദമായി നിന്നു എന്നുള്ളത് കൊണ്ട് ഇനി നിശബ്ദമായി നിൽക്കണം എന്നല്ല. നിങ്ങൾ സീതനം വാങ്ങി കല്യാണം കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ സീതനം വാങ്ങി കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ ഇനിയും സീതനം വാങ്ങണം, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ തെറ്റാണ്. ഇന്നലകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് കൊടും തെറ്റാണ്. ഇനിയും കൊടും തെറ്റുകൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിനോട് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് കൊടും തെറ്റുകൾ ആവർത്തിക്കാതെ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന എല്ലാവർക്കും ഒപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് കോൺഗ്രസിനുണ്ടാവണം. BJP-യോട് ഒട്ടിനിന്ന് കാര്യം നേടിക്കളയാമെന്ന് നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ, ഈ സൗത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വലിയ നിലയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകൾക്കും എതിരായി ശക്തമായ നിലപാടെടുക്കുന്നതിന് കോൺഗ്രസ് തയ്യാറാവണം. പോസ്റ്റൽ യൂണിയന്റെ അംഗീകാരം ഇല്ലാതാക്കിയ BJP സർക്കാരിന്റെ നടപടിക്കെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കണം എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാം. ശരി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, ആം ആദ്മി പാർട്ടി നേതാക്കളെ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഡൽഹിയിലെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമെന്ന് ആതിഷി മർലേന പറയുന്നു. ED ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നു. കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാജു പി നായർ, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി മത്സരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നണി എന്നുള്ള നിലയിൽ മത്സരിക്കുക എന്നുള്ളതിനപ്പുറത്ത് മുന്നണി നേതാക്കൾ എത്ര പേർ
ക്യാമ്പയിൻ ഉണ്ടാവും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയയ്ക്കൊപ്പം, മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും ഇതിനോടകം തന്നെ ജയിലിലാണ്. ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടാവുന്നത് എങ്കിൽ അത് ആ നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കോൺഗ്രസിന് ഇനി ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് ഡീഫ്രീസ് ചെയ്യോ എന്നുള്ള കാര്യം അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വിമാന ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. 20% വോട്ടുള്ള പാർട്ടിക്ക് 2 രൂപ ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൈസ മുടക്കി പ്രവർത്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് BJP ഉണ്ടാക്കിയതല്ല എന്നൊന്നും തീരുമാനിക്കരുത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ SBI ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ ഒളിച്ചു കളിച്ചത് എന്തിനാ? എത്ര പ്രാവശ്യം സുപ്രീം കോടതിക്ക് അന്ത്യശാസനം കൊടുക്കേണ്ടി വന്നു ഈ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടി? ആരെ സംരക്ഷിക്കാനായിരുന്നു? ആ SBI പ്രവർത്തിക്കുന്നത്, SBI ഒരു ബാങ്കാണ്, അതുകൊണ്ട് ബാങ്കിന് തലയിൽ വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. SBIയുടെ കൂടെ ഇരുന്ന്, ചീഫിന്റെ കൂടെ ഇരുന്ന് അദാനിയുടെ ഒരു തൊഴിലാളിയെ പോലെ 6200 കോടി രൂപയുടെ ലോൺ ഉണ്ടാക്കാൻ കൊടുത്ത അദാനിയുടെ തൊഴിലാളിയുടെ പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിയില്ലേ? SBI കൊണ്ട് നിയമവിരുദ്ധമായിട്ട് ലോൺ കൊടുപ്പിക്കാൻ ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം തന്നെയല്ലേ SBIയോട് പറഞ്ഞത് ഈ വിവരങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ രാജ്യത്ത് എല്ലാ അഴിമതികളും ഞങ്ങൾ കാണിക്കും. PM കെയർ ഫണ്ടിന്റെ പേരിൽ ഈ ഇലക്ട്രൽ ബോണ്ടിനേക്കാൾ ഇരട്ടിയാണ്. 12,700 കോടി രൂപയോളം പിരിച്ചെടുത്തിട്ട് അത് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, അതാരും കണക്കറിയാൻ പാടില്ല. എത്ര ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഈ പറയുന്ന അനാവശ്യ ചാർജുകൾ ഉണ്ടാക്കി അവരെ കൈകെട്ടിയിടാൻ നോക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാം അഭിലാഷേ, ഇതൊന്നും കൊണ്ട് കോൺഗ്രസ് തളരില്ല. കോൺഗ്രസ് ഗ്രൗണ്ടിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് പണമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും. ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ, ഈ കഴിഞ്ഞ യാത്രയിൽ മുഴുവൻ പങ്കെടുത്ത ആളാണ്. അവിടുത്തെ ജനങ്ങളുടെ കടന്നു വന്ന വഴികളിലെല്ലാം ജനങ്ങളുടെ ഒരു ആവേശവും ജനങ്ങളുടെ ഒരു അർപ്പണവും അല്ലെങ്കിൽ അവരുടെ നിശ്ചയദാർഢ്യവും കണ്ടവനാണ് ഞാൻ. അതാണ് ഇവരെ പേടിപ്പിക്കുന്നത്. ഈ യാത്ര കടന്നു വന്ന വഴിക്ക് ആസാമിൽ ഉണ്ടാക്കിയ തടസ്സം നമുക്കറിയാം. അത് കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ ഇവരുടെ എല്ലാ പ്രതീക്ഷകൾക്കപ്പുറം ഗുജറാത്തിലൊക്കെ ഇറങ്ങി വന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കണക്കില്ല. അത് കണ്ടതോടെ ഇവർക്ക് മനസ്സിലായി ഇത് കളി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കളം മാറുന്നത് നിർത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. പരാജയ ഭീതിയാണ് ഈ പരിപാടി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. 14 ലക്ഷം രൂപയുടെ പേരിൽ 210 കോടി രൂപ എടുത്തോണ്ട് പോകുന്ന ഏറ്റവും കേട്ടാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത നടപടി, അത് ഇവരുടെ പരാജയ ഭീതിയാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും തകരില്ല. എത്രമാത്രം തകർക്കാൻ നോക്കി, പക്ഷെ അവിടെ എല്ലാം ഉയർത്തെഴുന്നേറ്റില്ലേ. ഇനി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇത് ഉർവശി ശാപമാണ്. ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ദേശവിരുദ്ധനായ നരേന്ദ്രമോദി, ജനാധിപത്യ വിരുദ്ധനായ നരേന്ദ്രമോദി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ ഓരോ പൗരനും ഈ പോരാട്ടത്തിൽ അണിചേരും. ഈ ദേശവിരുദ്ധരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തെ തിരിച്ചുപിടിക്കാൻ ഈ രാജ്യം ഒരുമിച്ച് വരും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിനുള്ള പണം ഞങ്ങൾ സ്വരൂപിക്കും. ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ ആസ്തി വിറ്റിട്ടാണെങ്കിലും ആ പണം കൊടുത്ത് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ PR ശിവശങ്കർ, നിങ്ങൾ അവകാശപ്പെടുന്നത് 400 സീറ്റ് അനായാസം നേടും എന്നുള്ളതാണ്. അപ്പൊ 400 സീറ്റ് നേടാൻ പോകുന്ന പാർട്ടി, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് അവർ പണ്ടാരടങ്ങട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രത്യേക അനുമതി എടുത്ത് തൊഴിലുറപ്പ് കൂലി കൂട്ടേണ്ട കാര്യമില്ല. പ്രതിപക്ഷത്തെ വലിയ പാർട്ടിയുടെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെ, ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ED വിടേണ്ട കാര്യമില്ല. അനായാസം ജയിക്കാൻ പോലെ 400 സീറ്റുകൾ അല്ലെങ്കിൽ 400-ൽ കൂടുതൽ സീറ്റുകളുമായി ജയിക്കാൻ പോകുന്ന പാർട്ടിക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ അങ്ങ് ജയിച്ചാൽ മതി. എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 400 എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. യഥാർത്ഥത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമോ എന്നൊരു ഭയമുണ്ട് എന്നാണോ? ഇത് ഡെസ്പറേഷന്റെ സൂചനയാണോ? അഭിലാഷ്, എൻ്റെ BJPയുടെ ഹെഡ് ഓഫീസിൽ നദ്ദാജിക്ക് ഒരു അഡ്വൈസർ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ വിളിക്കാം. എങ്ങനെയാണ് 400 സീറ്റ് കിട്ടേണ്ടത്? അയ്യോ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആളല്ലേ? അതൊക്കെ ആവശ്യം കിട്ടുമല്ലോ.
അല്ല വേണമെങ്കിൽ എനിക്ക് വേണ്ട. അല്ല കിട്ടിയില്ലെങ്കിൽ വിളിക്കാം. ഞാനിപ്പോൾ അങ്ങയുടെ അഡ്വൈസൊക്കെ അല്ലെ എങ്ങനെ ജയിക്കണം എന്നപ്പോൾ അങ്ങേര് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിളിക്കാം. അല്ല, ആ ഞാൻ vacancy വേറൊരു ഉണ്ടെങ്കിലും കാര്യം എനിക്ക് വേണ്ട. എന്റെ പറയാം. ചോദ്യം അതല്ല. അഭിലാഷ് അതിലും നല്ലൊരു ഓഫർ ഞാൻ തരാം. അഭിലാഷ് അതിലും നല്ലൊരു ഓഫർ തരാം. ഒരു ചെറിയ പ്രസ്ഥാനം ഞാൻ നടത്തുന്നുണ്ട്. അവിടെ ഞാൻ അഭിലാഷ് അന്തസ്സും അഭിമാനവും രാജു അല്ല, എനിക്ക് ഒരു വേക്കൻസി വേണ്ട. എന്റെ ചോദ്യം ഇത്ര ഈസി ആയിട്ട് ജയിക്കുന്ന ഇലക്ഷൻ ആണ്, പിന്നെ ഇതൊക്കെ ചെയ്യണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല നിങ്ങൾ അഡ്വൈസ് ഫ്രീ അഡ്വൈസ് തരാൻ ഫ്രീ അഡ്വൈസ് മേടിക്കാനായിട്ട് ഇപ്പൊ തൽക്കാലം താല്പര്യമില്ല. ഫ്രീ അഡ്വൈസ് ചെയ്യാൻ താങ്കൾക്ക് വേറെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് പോയി ചെയ്തോളൂ. കാരണം താങ്കളോട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോളൂ. എനിക്കൊരു വിഷമവുമില്ല. താങ്കളുടെ അഡ്വൈസും കൂടെ അവിടെ ആവശ്യമുണ്ട്. 2 SB ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ആകെ കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ. എന്നോട് മാത്രം പറഞ്ഞോളൂ. SBIയുടെ കുത്തക അവകാശം ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ശിവദാസനെ കരുവന്നൂരിൻ്റെ അവകാശം എടുക്കുമോ? കരുവന്നൂരിൽ അഴിമതി ചെയ്തത് പിണറായി വിജയനാണെന്ന് അങ്ങേര് അംഗീകരിക്കുമോ? ഞങ്ങളാണ് SBI നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയന് കഴിവില്ല, സ്വന്തം ബാങ്ക് നോക്കാൻ കഴിവില്ല എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞു വന്നത്. ഇനി അത് കാരണം വേറെ പലരും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ CPIയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങളൊന്നും അദ്ദേഹം ഗണ്ണിച്ചില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശിവദാസിന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. CPMൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ വരുമാനം 6 കോടിയും 19 കോടിയാണ്. 2023, 22, 23, 21, 22 ഈ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. 19 കോടിയിൽ 10 കോടി ഈ പറയുന്ന DMK എന്ന് വന്ന വരുമാനം. നിങ്ങളുടെ ആസ്തി വർദ്ധിച്ച എത്രയെന്നറിയാമോ? ആസ്തി വർദ്ധിച്ചത് 654 കോടിയിൽ നിന്ന് 735 കോടിയായി വർദ്ധിച്ചു. അതെന്ത് കണക്കാ ശിവദാസി? എനിക്കത് മനസ്സിലാവുന്നില്ല. വരുമാനമില്ലാതെ ആസ്തി മാത്രം വർദ്ധിക്കുന്ന ഒരു പ്രത്യേക തരം സാമ്പത്തിക നയത്തെ നിങ്ങൾ എന്ത് പറഞ്ഞു വിളിക്കും? അതിന് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെതായ പ്രത്യേകമല്ല നയമുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾ തന്നെ കൊടുത്ത കണക്കാണ്. ADR റിപ്പോർട്ടും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെല്ലാം ഈസിയിൽ കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും അഭിലാഷ് കാണില്ല കേട്ടോ. BJPക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിലാഷ് അത് കുത്തിപ്പറക്കി കൊണ്ടുവന്നതിന് ചോദിക്കരുത്. കാരണം അവരിങ്ങനെ തന്നെ വളരണം. പിന്നെ അടുത്ത കാര്യം ഇടപെടല അവിടെ ചോദിക്കും. അല്ല, അത് അവരോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഞാൻ ചോദിക്കാം. നിങ്ങള് 2019 3-അംഗ സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത് അല്ല, ഞങ്ങൾക്ക് ആ വിവരം തരാനുള്ള ബാധ്യതയില്ല നിയമപ്രകാരം എന്നാണ്. ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. അതായത് 2019 രഞ്ജൻ ഗൊഗോയുടെ ഉത്തരവുണ്ട്. ഇലക്ഷൻ കമ്മീഷന് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിവരങ്ങൾ ഫർണിഷ് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ തുകയുടെ മുഴുവൻ വിവരങ്ങളും കൊടുക്കണം എന്നുള്ള ഉത്തരവുണ്ടായിട്ട് ആ ഉത്തരവിന് ശേഷം നിങ്ങളുടെ പാർട്ടി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള ഇൻഡാസിൽ പറയുന്നത് നിയമപ്രകാരം ഞങ്ങൾക്കത് തരാനുള്ള ബാധ്യതയില്ലെന്നാണ്. ഇപ്പോൾ DMKയുടെ കാര്യം അങ്ങ് പറഞ്ഞത് DMK അവർക്ക് കിട്ടിയ പണത്തിന്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതുകൊണ്ടാണ്. ഇപ്പോൾ CPMന്റെ കാര്യം പറയുന്നത് അവർ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കാണ്. നിങ്ങൾ കൊടുത്തിട്ടേ ഇല്ല സാർ. ഒന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്ക്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ അവിടെ ഉണ്ട്. ഞാനത് അതിൽ തർക്കിക്കാം, വേറെ ദിവസം വിളിക്കാൻ ഞാൻ തർക്കിക്കാം. പിന്നെ അപ്പോൾ അല്ല ഒരു മിനിറ്റ് നമ്മൾ ചർച്ച ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് തീരട്ടെ. എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ മനീഷും സത്യേന്ദ്ര ജെയിനൊക്കെ SC പോയി കിടക്കുന്നത് കോടതിയിൽ വാദിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. സുപ്രീം കോടതി വരെ പോയല്ലോ. എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടാഞ്ഞേ? ആ കേസിന് കൃത്യമായ അടിത്തറയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ജാമ്യം കിട്ടിയില്ലല്ലോ. വെറുതെ കൊടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഇത്ര നാളും പിടിച്ചിടുവോ? അതേപോലെ തന്നെ 8 പ്രാവശ്യം വിളിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൂടാന്ന് ചോദിച്ചപ്പോഴല്ലേ അറസ്റ്റ് ചെയ്യാൻ വന്നേ. അപ്പോൾ ഇതുകൊണ്ടൊന്നും ആം ആദ്മി പാർട്ടി പുണ്യാളന്മാരെ ചമയണ്ട. പിന്നെ ആം ആദ്മി പാർട്ടി വന്നത് തന്നെ കോൺഗ്രസിനെതിരാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ചിലവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന ചൈനയുടെ ചാരനായിട്ടല്ലേ ശ്രീ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്? ചൈനയുടെ ഒരു സ്പൈ ഏജന്റിയായ MSSന്റെ ചാരനല്ലേ? അവിടെ നിന്ന് പണം മേടിച്ചിട്ടില്ലേ? അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പണം മേടിച്ചിട്ടില്ലേ? ഇന്ത്യയുടെ ചാരനായ ചൈനയുടെ ചാരനായ ഇന്ത്യയിൽ ചാരപ്പണി ചെയ്യുന്ന സകല കൊള്ളരുതാത്തിനും കൂട്ടുനിൽക്കുന്ന പാകിസ്ഥാൻ ഏജന്റായ ഈ ശ്രീ രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്ത് കൈവച്ചിരിക്കേണ്ടി വരും. ഞാൻ അങ്ങനത്തെ ആരോപണം ഉന്നയിക്കുവാൻ എന്നെ കൊണ്ട് ശ്രമിപ്പിക്കരുത്. നരേന്ദ്രമോദിയെ കുറച്ചുകൂടി മാന്യമായി രാഹുൽ ഗാന്ധി
രാഹുൽ ഗാന്ധി ഫെഡറേഷൻ പണം മേടിച്ചിട്ടില്ലേ? ചൈനയുടെ ചാരനല്ലേ നിങ്ങൾ? ചൈനയ്ക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പല വിടുപണിയും ചെയ്യുന്നത്? ജർമ്മനിയിലെ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ജോർജ് സോറന്റെ പണം കൊണ്ടല്ലേ രാഷ്ട്രീയ പ്രവർത്തനം കഴിയുന്നത്? ഒരു ഇടവേള അത്യാവശ്യമാണ്. എനിക്ക് ഇടവേള നേരത്തെ എടുക്കേണ്ടതുകൊണ്ട് ഒരു ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം മറുപടി പറയാൻ അവസരം തരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വി ശിവദാസൻ, ഇവിടെ ഇപ്പോൾ ശിവശങ്കർ ഉന്നയിച്ച ആരോപണം നിങ്ങളുടെ പാർട്ടിയുടെ ആസ്തി വികസിച്ചതിനെ കുറിച്ചാണ്. അതിനുള്ള ഉത്തരം എന്താണ്? ഒന്നാമതായിട്ട് ശിവശങ്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ DMKയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പണമാണ് CPMനും ചെലവിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കണക്ക് അദ്ദേഹം തന്നെ നോക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. 25 കോടി എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഒന്ന് കണക്കെടുത്ത് നോക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനയുടെ തെറ്റ് അങ്ങേക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അഭിലാഷ് നോക്കിയിട്ട് അഭിലാഷ് തിരുത്തി കൊടുത്താലും മതി. DMK തന്നെ പറഞ്ഞിട്ടില്ല. DMKയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ സൈറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ. അതൊന്ന് നോക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. 2, അദ്ദേഹം കരുവന്നൂർ ബാങ്കിനെയും SBIയും തമ്മിൽ ഉപമിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിയമം എന്ത് എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരണയുണ്ടാവാനിടയില്ല. കാരണം സെൻട്രലൈസേഷനാണല്ലോ എല്ലാ അർത്ഥത്തിലും ഉദ്ദേശിക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടന, അതിന് സഹകരണ ബോർഡിന്, ഒരു ബാങ്കിന് ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാവും. ആ ഡയറക്ടർ ബോർഡിന് പരിപൂർണമായിട്ടുള്ള അവകാശം ബാങ്കിൽ ലോൺ കൊടുക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാം ഉണ്ടാവും. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പരിശോധനകളും മാനദണ്ഡങ്ങളുമാണ് നിശ്ചയിക്കാറ് എന്നുള്ളതാണ്. കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്ക് നൽകിയിട്ടുള്ള വായ്പകൾ ആ ബാങ്കിൻ്റെ ബോർഡിൻ്റെ തീരുമാനത്തെ പ്രകാരമാണ്. അതിൽ വന്നിട്ടുള്ള തെറ്റായ വിഷയങ്ങളെ അന്വേഷിക്കാനും നടപടിയെടുക്കാനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനുള്ള ധീരത, നല്ല തൻ്റെ ഇടം, സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ആരുടെ ഭാഗത്തുണ്ടായി? കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ SBIയുടെ കാര്യത്തിലോ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദാനിക്ക് ലോൺ കൊടുത്തത്. അദാനിക്ക് മാത്രമല്ല, യാതൊരുവിധ ജാമ്യ വ്യവസ്ഥകളുമില്ലാതെ ലോൺ കൊടുക്കുകയാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി പാടം അവിടെ എടുക്കുന്നതിന് വേണ്ടി കൊടുത്ത വായ്പ ഉൾപ്പെടെ അതിൽപ്പെടുകയാണ്. അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൽക്കരി പാടത്ത് നിന്ന് ഇങ്ങോട്ട് കൽക്കരി കൊണ്ടുവരുന്നതിന് ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ട് കോടികളുടെ വൈദ്യുതി കുംഭകോണം നടത്തിയിട്ടുള്ള സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. കോടികളാണ് അവർ അദാനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചൈനീസ് വിരുദ്ധതയുടെ വാമൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. യൂണിറ്റി സ്റ്റാച്യു ഉണ്ടല്ലോ ഗുജറാത്തിലെടുത്തിട്ടുള്ള, ആ സ്റ്റാച്യുവിന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്, പണിയുടെ കരാറ് കൊടുത്തിട്ടുള്ളതൊക്കെ ആർക്കായിരുന്നു എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അത് നന്നായി ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത്. ആരാ കൊടുത്തത്? ഇവിടുത്തെ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളല്ല എന്നുള്ളത് മനസ്സിൽ വെക്കുക. പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ഭരണ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കാലം നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നു. സംസ്ഥാന സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെ EDയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ രാത്രിയിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം നമുക്ക് പോൾ ഉള്ളതുകൊണ്ടാണ് ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ രാജു പി നായർ, രാഹുൽ ഗാന്ധി ചൈനീസ് ചാരനാണ് പറഞ്ഞതിന് മറുപടി പറയാം. രാഹുൽ ഗാന്ധി ചൈനീസ് ചാരനാണെന്ന് വെറുതെ ശിവശങ്കറിന് ഇവിടെ പറയുന്നതല്ല. ഞാൻ വസ്തുത നിരത്തി ചൈനീസ് ചാരൻ ആരാന്ന് ഞാൻ പറയാം. ഇവിടെ ശിവദാസൻ യൂണിറ്റി ഓഫ് സ്റ്റാച്യു ഉണ്ടാക്കാൻ ചൈനയുടെ സ്ഥാനം മേടിച്ചാണ്. അതൊന്നും അല്ല. 2020 ഗാൽവനിൽ 20 ഇന്ത്യൻ സൈനികർ മരണപ്പെട്ട ഒരു ആക്രമണം നടന്നു. ചൈന ഇന്ത്യയുടെ മണ്ണിനകത്ത് കടന്നു. ഇന്ത്യയുടെ മണ്ണ് പിടിച്ചെടുത്തത് മാത്രമല്ല, പോസ്റ്റുകൾ നിർമ്മിച്ചു, ഗ്രാമങ്ങൾ നിർമ്മിച്ചു. ഇതെല്ലാം കരസേന മേധാവി ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ഉന്നത നേതൃത്വം മുഴുവൻ അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ചൈന ഇന്ത്യക്കകത്തേക്ക് കാലുകുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹി, ആ രാജ്യദ്രോഹിയുടെ പേരാണ് നരേന്ദ്രമോദി, അല്ലേ? ഇന്ത്യയുടെ കേസ്, ഈ ചൈന ഇന്ത്യക്കകത്ത് കടന്ന കേസ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഇഷ്യൂ പോലും ആക്കാൻ കഴിയാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് ചൈന ഉപയോഗിച്ചത്. ഈ രാജ്യത്തിന്റെ മണ്ണ് വിറ്റ, പരമാധികാരം വിറ്റ രാജ്യദ്രോഹിയുടെ പേര് നരേന്ദ്രമോദി എന്നാ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ശിവശങ്കരൻ പറയണം 20 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടത് ചൈനയുടെ അതിർത്തിയിലേക്ക് ഇന്ത്യ കടന്നിട്ടാണോ എന്ന് പറയണം. നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയരുത്. നിങ്ങൾ പറഞ്ഞതിനുള്ള നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. ശിവശങ്കറിന് അങ്ങനെ വന്നിരുന്നത് രാഹുൽ ഗാന്ധി അങ്ങ് പറഞ്ഞിട്ട് പോകാം എന്നൊന്നും വിചാരിക്കേണ്ട. പാകിസ്ഥാനിൽ നിന്ന് അച്ചാരം പറ്റി പുൽവാമയിൽ സൈനികരെ കൊലയ്ക്ക് കൊടുത്തവരാണ് ഇവർ. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി 40 ഇന്ത്യൻ സൈനികരെ കൊലയ്ക്ക് കൊടുത്തവർ. ഇവരുടെ തന്നെ അംഗമായ BJPയുടെ അംഗമായ ഗവർണറായിരുന്ന സത്യേന്ദ്ര മാലിക്ക് പറഞ്ഞിരിക്കുന്ന വസ്തുത ഇപ്പോഴും നിൽക്കുകയാണ്, നിഷേധിക്കപ്പെട്ടിട്ടില്ല.
അത്തരത്തിലുള്ള എന്തും ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന രാജ്യവിരുദ്ധർ പ്രതികരിച്ചോളൂ. ഇനി എനിക്ക് നേതൃത്വമാണ്. പ്രത്യേക സമയം തരാനില്ല. ചൈന വിരുദ്ധത പ്രതികരിച്ചോളൂ. ഇവിടെ വന്നിരുന്ന ചൈന വിരുദ്ധത പറഞ്ഞോ, പക്ഷെ ചൈനയോടൊപ്പം മെഹുൽ ചോസ്കിയുടെ കോടികൾ വാങ്ങിയതാരാ? യെസ് ബാങ്കിന്റെ കപൂറിന്റെ കോടികൾ വാങ്ങിയതാരാ? സക്കീർ നാക്കിന്റെ കോടികൾ വാങ്ങിയതാരാ? ചൈനീസ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ചൈനീസ് സർക്കാർ എന്നിട്ട് നിങ്ങൾ പറയുന്നു പാകിസ്ഥാന്റെയും ചൈനയുടെയും പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ രാജു താങ്കളും താങ്കളും ന്യായയാത്രയുടെ കൂടെ എത്ര നടന്നാലും താങ്കളും ചാരനാണ്. ചാരന്റെ പണം വാങ്ങിയ അടുത്ത ചാരനും നിങ്ങളാണ്. ഒരു സംശയമില്ല. നിങ്ങളുടെ കൂടെ നടക്കുന്ന എല്ലാവരെയും കാരാഗ്രഹത്തിൽ തന്നെ പോകും. ഒരു സംശയമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുവാൻ രാഷ്ട്രീയമായ ആയുധങ്ങളില്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുകയല്ല, മറിച്ച് നിങ്ങൾ സ്വന്തം നേതാക്കളോട് നോക്കണം ഈ കാര്യങ്ങൾ ശരിയാണെന്ന്. സക്കീർ നായിക്കിന്റെ ജോർജ് സോറോസിന്റെ കയ്യിൽ നിന്ന് മെഹുൽ ചോസ്കിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ചൈനയുടെ പണം വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പുറകെ 40-45 ദിവസം നടന്നതിന് തെളിവുകൾ അതിന്റെ ന്യായം പറയുകയാണെങ്കിൽ അത് കേരളത്തിൽ വേണ്ട. ശരി, ഇലക്ഷന്റെ സമയമല്ലേ, സ്വാഭാവികമായും വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവും. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് ഇനി ബാക്കി 6 സീറ്റുകളുടെയും കൂടി അഭിപ്രായ സർവേ അറിയിക്കാനുള്ള സമയമായി ഞാൻ 3 പേരോടും നന്ദി പറയാണ്. ഇനി പി മാർക്ക് മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേയുടെ സമയമാണ്. ഈ സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.